നമസ്കാരം. ഞാൻ ബിജു ആന്റണി, പ്രിൻസിപ്പൽ സോളിസിറ്റർ, മെറിഡി ലൂയിസ് സോളിസിറ്റേഴ്സ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, യുകെയിലെ വിൽപ്പത്രം എഴുതേണ്ട ആവശ്യമുണ്ടോ? വിൽപ്പത്രം എഴുതിയില്ലെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും സ്വത്ത് കിട്ടില്ല എന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആൻസർ പറഞ്ഞാൽ എഴുതി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സെക്ഷൻ 21 ഓഫ് ഇൻഹെറിറ്റൻസ് ആക്ട് 1984 പ്രകാരം എനി ഗിഫ്റ്റ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സ്പൗസസ് ആർ ഇൻഹെറിറ്റൻസ് ടാക്സ് ഫ്രീ. ഇൻഹെറിറ്റഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ 40% ടാക്സ് വരും. അതിനൊരു സ്ലാബുണ്ട് 325,000. അതിന് മേളിലോട്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എപ്പോഴും ബില്ല് എഴുതുന്നതാണ് നല്ലത്. അതിന് പുറമെ കുട്ടികൾ മൈനർ ആണെങ്കിൽ ഒരു ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്ത്, ഗാർഡിയനെ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് ആവാം, ഒരു റിലേറ്റീവ് ആവാം. അപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഏത് സ്കൂളിൽ വിടണം, അവരുടെ ഫോസ്റ്റർ പേരൻസിനെ സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഈ ഗാർഡിയന് ഡിസിഷൻ എടുക്കാൻ പറ്റും. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഏകദേശം 50% ബില്ലുകളും യുകെയിൽ എഴുതി വെച്ചേക്കുന്നത് ഇൻവാലിഡാന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, സെക്ഷൻ 9 ഓഫ് ദ വിൽസ് ആക്ട് 1837 പറയുന്നു, ദ പേഴ്സൺ ഹു മേക്സ് ദ വിൽ, ദ ടെസ്റ്റേറ്റർ ഓർ ദ ടെസ്റ്റാട്രിക്സ് ആൻഡ് ദ വിറ്റ്നസസ് ഷുഡ് സൈമൾട്ടേനിയസ്ലി പ്രസന്റ്. അതായത് വിൽപ്പത്രം എഴുതി വെക്കുന്നയാളും ഇതിന് സാക്ഷിയായിട്ട് 2 പേര് വേണം. അവരും ഒരേ ദിവസം ഒരേ സമയം സൈൻ ചെയ്താൽ മാത്രമേ ആ ബില്ലിന് വാലിഡിറ്റി ഉള്ളൂ. വിൽപ്പത്രങ്ങൾ അസാധുവാകാൻ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ചിലർ ഈ ബില്ലിൽ ആൾട്രേഷൻസ് ചെയ്യും, അതുപോലെ അപ്ഡേറ്റ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഈ ഒപ്പുകൾ ടെസ്റ്റേറ്ററും അതുപോലെ സാക്ഷികളും ഒരേ സമയത്ത് ഒപ്പിടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ബില്ല് അസാധുവായിട്ട് വരും, അത് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. അതുപോലെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ ഈസ് ഡിട്രിമെൻ്റൽ എന്ന് പറയാം. അതായത് നമ്മൾ നാളത്തേന് മാറ്റി വെക്കുന്നത് അപകടകരമാണ്. കാരണം ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. മാത്രമല്ല ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ അതുപോലെ വിൽപ്പത്രങ്ങളൊക്കെ നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും എഴുതണില്ല. മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾക്കൊരു വാലിഡ് ബില്ലുണ്ടെന്നുള്ളത്. ബില്ലിനെ സംബന്ധിക്കുന്ന കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.